തടി വരവില്ലാതെ കിടന്ന മുടിക്കൽ ഫോറസ്റ്റ് തടി ഡിപ്പോയിലേക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിൽ ഒത്തുകളിയാണ് മുടിക്കൽ ഡിപ്പോയിലേക്ക് തടി വരാത്തതിന് കാരണമെന്ന് ആരോപണം. മുടിക്കൽ ഫോറസ്റ്റ് ഡിപ്പോയിലെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ടാണ് തടി ലോഡുകൾ എത്തിയത്. ഒരു വർഷത്തിലേറെയായി മുടിക്കൽ ഫോറസ്റ്റ് ഡിപ്പോയിൽ തടികൾ എത്താതിരുന്നതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിക്ക് ജനപ്രതിനിധികളുടെ ഇടപെടലിൽ ഫലം കണ്ടു. CPM മുടിക്കൽ ബ്രാഞ്ച് NCP വാഴക്കുളം മണ്ഡലം കമ്മിറ്റിയുടെയും സംയുക്ത നീക്കത്തിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത്. ഡിപ്പോയിലെ ശോച്യാവസ്ഥയും തൊഴിലാളികളുടെ ബുദ്ധിമുട്ടും ചൂണ്ടിക്കാട്ടി. MLA അഡ്വക്കേറ്റ് PV ശ്രീനിജൻ, വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ എന്നിവരെ നേരിൽ കണ്ട് മമ്മി സെഞ്ചുറി, മൊയ്തീൻ ഷാ സലീം തുടങ്ങിയ നേതാക്കൾ വിവരം ധരിപ്പിച്ചിരുന്നു. MLAയുടെയും മന്ത്രിയുടെയും സംയോജിതമായ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ ഡിപ്പോയിലേക്ക് പുതിയ തടിലോഡുകൾ അനുവദിച്ചിരിക്കുന്നതെന്ന് മമ്മി സെഞ്ചുറി അറിയിച്ചു. പെരുമ്പാവൂരിൻ്റെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് തടി വ്യവസായമാണ്. ആ തടി വ്യവസായം പെരുമ്പാവൂരിൽ എത്തുവാനുള്ള കാരണം മുടിക്കൽ ഡിപ്പോ ആണ്. പണ്ട് കാലത്ത് ഈ പുഴകളിലൂടെ ചെങ്ങാടം കെട്ടി വരുന്ന തടികൾ ഏറ്റവും സുരക്ഷിതമായിട്ട് ഇറക്കാൻ പറ്റിയ സ്ഥലം കണ്ടുപിടിച്ചത് മുടിക്കലിലാണ്. അങ്ങനെയാണ് ആ തടി സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഡിപ്പോ അവിടെ വന്നത്. അതിനുശേഷം കേരള ഗവൺമെൻറ് രൂപീകരണം കൊണ്ടപ്പോൾ സംസ്ഥാന വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഡിപ്പോ ആക്കി അത് മാറ്റി. അങ്ങനെയാണ് പെരുമ്പാവൂരിൽ ഈ തടി വ്യവസായം ആരംഭിക്കുവാനുള്ള കാരണം. അതിൽ നിന്നാണ് ഈ തടി വ്യവസായങ്ങൾ, സ്വാമില്ല് അതുപോലുള്ള സ്ഥാപനങ്ങൾ വരികയും ഈ നാട്ടിലെ പെരുമ്പാവൂരിലെ ജനങ്ങൾക്ക്, ഇവിടുത്തെ ആളുകൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും ഉണ്ടാകുന്നത്. അതിനെ തുടർന്നാണ് ഇന്ന് കാണുന്ന ആയിരക്കണക്കിന് പ്ലൈവുഡ് കമ്പനികളും ഈ നാട്ടിൽ വന്നത്. ഈ അടുത്ത കാലത്തായിട്ട് മുടിക്കൽ ഡിപ്പോയിൽ തടി വരാതിരിക്കുകയും അതുകൊണ്ട് തന്നെ അവിടുത്തെ തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെ വരികയും ചെയ്തപ്പോൾ വനംവകുപ്പ് മന്ത്രിയെയും MLAയും കണ്ട് ഞങ്ങൾ ഇത് നിലനിർത്തണം, നൂറ്റാണ്ടുകളായിട്ടുള്ള ഡിപ്പോവാണ്, അത് നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുകയും അവർ രണ്ടുപേരും ഇൻട്രസ്റ്റ് എടുത്താണ് ഈ തടികൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അവർക്ക് എൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. മുടിക്കൽ ഡിപ്പോയിൽ വലിയ വാഹനങ്ങൾ വരുവാൻ ബുദ്ധിമുട്ടാണെന്നായിരുന്നു കരാറുകാരുടെ വാദം. എന്നാൽ എല്ലാവിധ വാഹനങ്ങളും വരുന്നതിന് തടി ഡിപ്പോയിൽ സൗകര്യമുണ്ടെന്ന് തെളിയിക്കാൻ പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ വാഹനം ഡിപ്പോയുടെ അകത്തുകൂടി ഓടിച്ചുവെന്നും CPM ബ്രാഞ്ച് സെക്രട്ടറി ബെഞ്ചു അറിയിച്ചു. മുടിക്കൽ പ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ തടി വ്യവസായത്തിൻ്റെ ഈറ്റിലമായി അറിയപ്പെടുന്ന ഒരു ഏരിയയാണ്. ഇത് ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു തടി ഡിപ്പോ, കേരള ഗവൺമെൻറ്റിൻ്റെ തടി ഡിപ്പോ വർഷങ്ങൾക്ക് അധികം പാരമ്പര്യമുണ്ട്. കാരണം എൻ്റെ കാരണവന്മാരായിട്ട് മുതലുള്ള ആൾക്കാരെല്ലാവരും ഇവിടെ ഈ ഒരു തടി വ്യവസായവും പിന്നെ ഇവിടുത്തെ ലോഡിംഗ് തൊഴിലാളികൾ അങ്ങനെ എല്ലാവരുമായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇവിടെ. ഇപ്പോൾ ഇവിടെ നിലവിലിപ്പോൾ ഏകദേശം ഒരു 60-75ഓളം തൊഴിലാളികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് ആയിട്ട് ഇവിടെ തടി വരൽ നിന്ന് കിടക്കുകയായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ആദ്യം ഈ ഒരു കൂപ്പ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കാലം ചൊല്ലുന്തോറും പല സ്ഥലങ്ങളിലും പല കൂപ്പുകൾ അങ്ങനെ വന്നതുകൊണ്ട് ഇങ്ങോട്ടുള്ള വരവ് വളരെയധികം കുറഞ്ഞു. അതിനൊരു കാരണമായിട്ട് അവർ പറഞ്ഞത്, പണ്ടെന്ന് പറഞ്ഞാൽ വലിയ ലോറികളിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് റോട്ടിലൂടെ വരുമ്പോൾ MVD പിടിക്കുന്ന, അവർക്ക് ഫൈൻ ചാർജ് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് തടിയുടെ വരവ് നിലച്ചത്. പിന്നെ കാലം ഇതനുസരിച്ച് പുതിയ വണ്ടികളിലായി, പുതിയ ടോറസുകളിലായി. അപ്പോൾ അവർ രണ്ടാമതൊരു കംപ്ലയിൻറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിലെ ടോറസ് വണ്ടി കയറി ഇറങ്ങി പോകാനുള്ള സൗകര്യമില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട MLAയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ടോറസ് ഇതിലെ ഒരു ട്രയൽ റണ്ണ് നോക്ക്, എന്താ അവർ പറയുന്ന ബുദ്ധിമുട്ടൊന്നും നമുക്കൊന്നും അറിയണില്ല, അതനുസരിച്ച് നമുക്ക് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതനുസരിച്ച് വീട്ടൂരിൽ നിന്ന് നമ്മളൊരു ട്രെയിലർ കൊണ്ടുവന്ന് ഇതിലൊരു ട്രയൽ റണ്ണ് നോക്കി. അപ്പോൾ രണ്ട് സൈഡ് ഇപ്പോൾ ഇതിനകത്ത് ഈ ഡിപ്പോയിലേക്ക് കയറാൻ 2 വഴികളുണ്ട്. ഒന്ന് സ്കൂളിൻ്റെ സൈഡിൽ കൂടെ കയറാനുള്ള വഴി, പുറത്തേക്ക് എക്സിറ്റ് വേറെ ഉണ്ട്. അപ്പോൾ ഈ വഴി കൂടെ കയറി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് പിന്നെ MLA ആയിട്ട് വീണ്ടും സംസാരിച്ച് അദ്ദേഹം ബഹുമാനപ്പെട്ട മന്ത്രി AK ശശീന്ദ്രൻ, ഫോറസ്റ്റ് വകുപ്പ് മന്ത്രി, അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ഞാനിപ്പോൾ ഈ നിലവിൽ ഇങ്ങോട്ടുള്ള തടികൾക്കുള്ള ഒരു ഓർഡർ ആയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 4 ലോഡുകളും തടി വന്നിട്ടുണ്ട്. ഇന്നും ഒരു 5 ലോഡ്, അങ്ങനെ ഈ ആഴ്ചകളിലും 2 ആഴ്ചകളിലൊക്കെ ആയിട്ട് കുറച്ചധികം
തടികൾ ഇങ്ങോട്ട് വരാനുണ്ട്. ഒരുവിധപ്പെട്ട ബിൽഡിംഗ് ഈ വീട് പണികൾക്കും അങ്ങനെയുള്ളതെല്ലാത്തിനും ഉപയോഗിക്കുന്ന തേക്ക് മരങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് ലേലം ചെയ്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതും വീട്ടാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ ഇനി കുറച്ചും കൂടി തടി വന്നാൽ ഇവിടെയുള്ള തൊഴിലാളികൾക്കും അതൊരു മുതൽക്കൂട്ടാവും. പിന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ കടക്കാർക്കും അവർക്കെല്ലാവർക്കും ഒരു തൊഴിലാവും. അപ്പോൾ അതുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട MLA ശ്രീനിജനും പിന്നെ അതുകൂടാതെ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും പ്രത്യേകം നന്ദി. നാട്ടിലെ പൗരസമിതിയും പിന്നെ അതുകൂടാതെ CPM-ൻ്റെയും NCP-യുടെയും INTC-യുടെ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും അവർക്കുള്ള പ്രത്യേകം നന്ദി ഞങ്ങളിവിടെ രേഖപ്പെടുത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, വാഴക്കുളം.